ഹായ്. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതാ. വാ. ദേ, ഇനി എന്നെ നീന്നും മിത്രാന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ഓക്കേ. ജേഠാനി. ജേഠാനിയോ? ചേട്ടത്തിയമ്മ. ഉണ്ണി വിളിച്ചിരുന്നോ? ഉണ്ണി സാബിന് വീട് വിട്ട പിന്നെ ആ പരിപാടി ഒന്നുമില്ല. വാ, കുറച്ച് നടക്കാം. ഓക്കേ. അധിക നേരം ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര സേഫ് അല്ല. എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏരിയ ആണിത്. എവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളൊരു ശല്യമായല്ലോ. എനിക്ക് ഇയാളെ കാണുന്നേ ഇഷ്ടമല്ല. നോക്ക്, കഴുകന്റെ മുഖഭാവമാണ്. ലോകത്തെല്ലാരും ഇയാൾക്ക് സംശയം. Driver the car! Get in the car! Walk! Carrigan! Hands up! Move out! मत मारो! तो ये पागल आदमी है। तुम नहीं मार सकते। Shoot him! Shoot him! पागल आदमी, भ्रांतन। ഗുഡ് മോർണിംഗ്. ആ മോളോ ഒറ്റയ്ക്കാ? ആ, ആന്റിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ഇന്നിൽ ലഞ്ച്, മൗര്യ പാർക്കിൽ ഡിന്നർ, പാലിക ബസാറിലൊരു മിനി ഷോപ്പിംഗും ഉണ്ട്. അങ്കിൾ എടുക്കുന്നില്ലേ? എനിക്ക് വേണ്ട മോളെ. ഓ, ഇന്ന് എന്ത് പറ്റി രണ്ടുപേർക്കും? ഇന്നലെ മുതൽ തുടങ്ങിയ രണ്ടുപേരും കരച്ചിലും പിടിച്ചിലും. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. എന്താ എന്റെ അങ്കിളും ആന്റിയും ഇത്ര മൂഡ് ഓഫ് ആയത്? മിത്ര ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരുതിയിട്ടാ? ഉണ്ണി അത്ര ക്രൂവലാവില്ല. കല്യാണം കഴിഞ്ഞാലും ഇവള് നിങ്ങളുടെ കൂടെ തന്നെ കാണും. പോരെ? ഞാൻ പ്രോമിസ് തരുന്നു. ഇവളിവിടെ ഞങ്ങളുടെ കൂടെ തന്നെ കഴിയും. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മരിക്കാൻ ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല. വിധി അങ്ങനെയാണെങ്കിൽ വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അങ്കിൾ പ്ലീസ്, ഇന്നെങ്കിലും ഈ ശല്യത്തിനൊന്ന് ഒഴിവാക്കിക്കൂടെ? വേണ്ട, അത് പറ്റില്ല. നിങ്ങളെങ്ങും പോകണ്ട. പോണം. മിത്രയ്ക്കൊരു ട്രീറ്റ് കൊടുക്കണം. പിന്നെ അമ്മയുടെ വക ഒരു കാശ്മീർ സാരിയും ഉണ്ട്. വേണ്ട, എങ്ങോട്ടും പോണ്ട. അങ്കിള് പറയുന്ന കേട്ടാ മതി. ഇന്ദു ആന്റി അങ്ങനെ ഒക്കെ പറയും. മിത്ര, നീ വാ. അമ്മ ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിലും പോയി ഷൈൻ ചെയ്തോളാം. ബൈ അങ്കിൾ, ഞങ്ങൾ പോണു. ശ്യാം സർ. 1 hour മാത്രം മതി ഔട്ടിംഗ്. യെസ് സർ. കനോട്ട് പ്ലേസോ പാലിക ബസാറോ വേണ്ട. സേഫായ മറ്റേതെങ്കിലും സ്ഥലം. സർ. ബി കെയർഫുൾ. യെസ് സർ. അവർക്ക് എന്തെങ്കിലും? ഒന്നും സംഭവിക്കില്ല മാഡം. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്താം. ആരെ? ബി പേഷ്യന്റ് ഡിയർ. ഡ്രൈവർ ഗാഡി എടുക്കോ. ഹായ്. ഹായ്. മിത്ര, മിത്ര ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. നാത്തുറാം. നാത്തു, മീറ്റ് മൈ ഹോണി വാലി ഭാബി മിത്ര ആർ വർമ്മ. നമസ്തേ. നേറ്റീവ് പഹൽഗാമാണ്. ഇപ്പോ BBC-യുടെ ഡൽഹി പ്രോഗ്രാം മാനേജർ. അച്ഛന് ഫ്രാൻസിൽ ഡയമണ്ട് ബിസിനസ് ആണ്. അപ്പോ ലക്ഷപ്രഭു എന്ന് പറയാൻ പറ്റില്ല, കോടീശ്വരനാണ്. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ ഉഷേന്റെ അടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അയ്യോ, പക്ഷേ നിന്നെ പാരീസിലേക്കൊന്നും വിടില്ല. ആട്ടം കൂത്തൊക്കെ ഇന്ത്യൻ സ്റ്റേജിൽ തന്നെ മതി. भाभी ने क्या बोला? भाभी मुझसे नाराज तो नहीं है? ये हमारा दिल का टुकड़ा है, इसे हम नजरों से दूर नहीं होने देंगे. आज का लंच हमारे घर में. Agreed.
ഫ്രാൻസിൽ നിന്ന് എന്നെ കാണാൻ അവർ വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ട്? ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. കം കം ലെറ്റ്സ് ഗോ. സോറി, അത് പറ്റില്ല. വൈ നോട്ട്? സ്ട്രേഞ്ചേഴ്സിനെ കാറിൽ കയറ്റാൻ പാടില്ല. അത് പ്രോട്ടോകോളിനെതിരാണ്. നോട്ട് എ സ്ട്രേഞ്ചർ അല്ല. ഹി ഈസ് മൈ ഇന്റിമേറ്റ് ഫ്രണ്ട്. ആയിരിക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. എനിക്ക് ഇയാൾ അപരിചിതനാണ്. നോക്ക്, ഇതിനൊന്നും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഓക്കെ, കം ഓൺ മാൻ, ഗെറ്റ് ഇൻ. आई एम सॉरी, आप इस कार में नहीं आ सकते. इट्स अगेंस्ट सिक्योरिटी रेगुलेशंस. भाड़ में गया तुम्हारा रूल. प्लीज डोंट ट्राई टू क्रिएट अ सीन. टैक्सी. ओके, आई विल मैनेज. मैं टैक्सी में चलता हूँ, यू फॉलो मी. प्लीज. ആ കാറിന്റെ പുറകെ പോയാൽ മതി. ഗ്രേറ്റർ കൈലാഷിൽ എന്തോ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് മെസ്സേജ്. BSFും ഡൽഹി പോലീസും റോഡ് ബ്ലോക്ക് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. ഐ എം സോറി. നോ, നാത്തുറാമിന്റെ ഫ്ലാറ്റിലേക്കല്ലാതെ ഞങ്ങളില്ല. എന്റെ ഡ്യൂട്ടിയിൽ ഇടപെടരുത്. ഓ ഷിറ്റ്. വീട്ടിലേക്ക്. ക്ഷേത്രത്തിൽ കമാൻഡേഴ്സിനെ വേണ്ട, പ്രത്യേകിച്ച് നിങ്ങളെ. മരിയ സിംഗ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു. ജസ്റ്റിസ് ഉഷ വർമ്മയുടെ കുടുംബത്തോട് ഞങ്ങൾ ബ്ലാക്ക് കാറ്റ്സിന് യാതൊരു വൈരാഗ്യവുമില്ല. പക്ഷെ വൈരാഗ്യമുള്ള ചിലരുണ്ട് ഡൽഹിയിലും ശ്രീനഗറിലും. അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങൾ ഈ കുപ്പായിടുന്നവരുടെ സ്വാഭാവിക സംശയം മാത്രമാണ്. കുറെ റൂമറുകളും. റൂമറിൽപ്പെട്ട ആരും ഇവിടെ മരിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഉഷ മേം സാബിന്റെ വീട്ടിൽ അതും സംഭവിച്ചു. ഞാൻ പറഞ്ഞത് മേം സാബിന്റെ മകനെ പറ്റിയാണ്. ഉണ്ണിക്ക് എന്ത് പറ്റി? He is killed. സുൽത്താൻ റോഡിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗിൽ ചിതറിപ്പോകാതെ അവശേഷിച്ചത് ഉണ്ണിയുടെ ഒരു കൈ മാത്രമാണ്. ശംഖുമുദ്ര പച്ചകുത്തിയ ആ കൈ സ്പിരിറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. മേംസാബിന്റെയും മകളുടെയും ജീവൻ ഇപ്പോഴും ഗൺ പോയിന്റിലാണ്. അതുകൊണ്ടാണ് അവരുടെ ഓരോ മൂവ്മെന്റിലും ഞങ്ങൾ ഇത്ര വിജിലന്റ് ആവുന്നത്. ദയവേത് സഹകരിക്കണം. ഉണ്ണിയുടെ മരണവാർത്ത മേംസാബിനെ അറിയിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല, അവരുടെ സഹോദരന് പോലും. നിറച്ചു പൊടിയാണ് ആന്റി. ഉണ്ണി പോയിട്ട് വൃത്തിയാക്കിയിട്ടേ ഇല്ല. നീ ആ പൊടിയിലൊന്നും ചെയ്യണ്ട, മരിയ നോക്കിക്കോളൂ. ഉണ്ണി ഇന്നും വിളിച്ചില്ലല്ലോ. ഉവ്വ, ജയ്സൽമാരിന്ന് കോളുണ്ടായിരുന്നു. ആരെ? ഉണ്ണിയോ? ഉണ്ണിയല്ല, ഉണ്ണിയുടെ പ്രൊഫസർ. ഉണ്ണി അവിടുന്ന് പോയി എന്ന് പറഞ്ഞു, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. നീ എന്നോടത് പറഞ്ഞില്ലല്ലോ. അത് മേംസാബ് ഉറങ്ങായിരുന്നു. തിരിച്ചു വിളിക്കാൻ നമ്പർ വാങ്ങിച്ചോ? അത് മേംസാബ് ലൈൻ ക്ലിയറിലായിരുന്നു, അതുകൊണ്ട്. മതി മതി, നീ എങ്ങനെ ഇറസ്പോൺസിബിൾ ആയാലും എങ്ങനെയാ? ആ, ചീഫ് ജസ്റ്റിസ് വിളിച്ച കോൺഫറൻസിന്റെ കാര്യങ്ങളൊന്നും ഇനി മറക്കണ്ട. വേഗം റെഡി ആയിക്കോളൂ. മിത്രമോൾ ഇവിടെ കാണണം. ഇന്ദിനോട് ഞാൻ വിളിച്ച് പറയാം. ആന്റി വരാൻ കുറച്ച് താമസിക്കും. ശരി ആന്റി. Come on, fast! Take position!
ശ്യാം, ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ടായിരുന്നു. നോർത്തേൺ ബോർഡറിൽ നിന്ന് BSFന്റെ ഒരു ഹോട്ട് ലൈൻ അവർക്ക് കിട്ടി. ബോർഡറിൽ വെച്ച് ഷുഗർ കെയിൻ കയറ്റുവെന്ന ഒരു ട്രാക്ടർ സംശയം തോന്നി ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. പക്ഷെ അവർ രക്ഷപ്പെട്ടു. ഹ്യൂമാനി ടൈഗർ ഫോഴ്സിന്റെ ആളുകളാണെന്ന് സംശയിക്കുന്നു. ചിലപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇനിയൊരു ട്രാജഡി സംഭവിക്കരുത് ശ്യാം. സാർ, കഴിഞ്ഞ ദിവസം രാത്രി മേം സാബിന്റെ വീട്ടിലും അങ്ങനെ ഒരു അറ്റാക്കിനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ മേം സാബ് പോലും അത് അറിഞ്ഞിട്ടില്ല. ആരാണെന്ന് അറിയാൻ പറ്റിയോ? ഒരുത്തനെ വെടിവെച്ച് വീഴ്ത്തി. പക്ഷെ അവനെയും കൊണ്ട് അവർ കടന്നു കളഞ്ഞു. ടൈഗർ ഫോഴ്സിന്റെ ആൾക്കാരാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു സർ. ഇനിയും ഏത് നിമിഷവും എന്തും സംഭവിച്ചേക്കാം. യു മസ്റ്റ് ബി വെരി വിജിലന്റ്. സർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഗുഡ്.